നമസ്കാരം. എന്തിട്ടേക്കടി സുഖങ്ങളൊക്കെ തന്നെയല്ലേ? നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഇവിടുത്തെ സംഘമിത്രങ്ങൾക്ക് വല്ലാണ്ട് കുരുപൊട്ടി ഒലിക്കുന്നുണ്ട്. അല്ലെ, നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് അവിടെയുള്ള ആളുകളെല്ലാം കൂടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. എങ്ങനെയാണ് വോട്ട് പിടിച്ചതെന്നും ഏതൊക്കെ രീതിയിലാണ് അങ്ങനെ വോട്ട് പിടിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്കറിയാലോ അല്ലേ? അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മൾ സംസാരിച്ച് പോകേണ്ട സമയം നമുക്ക് ഇല്ല. അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു, റദ്ദാക്കരുതെന്ന്. എന്നാൽ ഹൈക്കോടതി പറയുന്നു സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് അണ്ണൻ്റെ പോക്ക്. കാരണം നമുക്കൊരു ഭരണഘടനയുണ്ട്, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു റൂളുണ്ട്. അതിനൊക്കെ വിപരീതമായിട്ടാണ് അണ്ണൻ അവിടെ വോട്ട് ചോദിച്ചതും പച്ച വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ചില ഏരിയകളിൽ ചെല്ലുമ്പോൾ മാത്രം പച്ച വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ അണ്ണൻ എല്ലാവരുടെയും അന്തപ്പുരങ്ങൾ കയറി ഇറങ്ങി നിരങ്ങി വോട്ടെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് അവസാനം അണ്ണൻ ഇപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് മൂട് കാണിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ പെരുന്നേല നമ്മുടെ സുകുമാരൻജിയായിട്ട് വല്ലാത്തൊരു പ്രശ്നത്തിലാണെന്നേ. അപ്പൊ നമ്മുടെ സുകുമാരൻജി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് NSSനെ ഒരു പുല്ലും ചെയ്യാനാകില്ല. ആദ്യം അമ്മ സംഘടന ശുദ്ധീകരിക്കട്ടെ. നിലവിലെ വിവാദം വീണ്ടും ഉണ്ടാക്കിയത് പിന്നിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യം. അതിൽ പാവം ഉപരാഷ്ട്രപതിയെയും വലിച്ചിഴച്ചു. നമ്മുടെ സുകുമാരൻജിയാണ് ഇതെല്ലാം പറഞ്ഞിരിക്കണം കേട്ടോ. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ പാലക്കൽ അമ്മായിക്ക് വല്ലാണ്ട് അങ്ങ് കുരുപൊട്ടി. സുകുമാരൻജിയോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് ചേച്ചി പറയണത്. അത് കേൾക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അണ്ണന്റെ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. സുരേഷ് ഗോപിക്ക് തിരിച്ചടി. തൃശൂരിലെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണം എന്ന ഹർജി നിലനിൽക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളിയിരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപി വിചാരണ നേരിടണം. രജനി, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 3.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്. കൃത്യമായി പറഞ്ഞാൽ 74,686 വോട്ടുകൾ. ആ ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടിയത് പല രീതിയിലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരങ്ങൾ ഇളക്കിവിട്ടും വോട്ടർമാരെ പല രീതിയിൽ സ്വാധീനിച്ചുവെന്നാണ് ഹർജിക്കാരനായിട്ടുള്ള AYF നേതാവ് ഈ ഹർജിയിൽ ആരോപിച്ചത്. അതിനെതിരെയാണ് ഹർജി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ ഉപഹർജി തള്ളിയിരിക്കുകയാണ്. ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കോടതി ഇന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഹർജി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വിചാരണ നേരിടണം. പ്രധാനമായും ഹർജിക്കാരൻ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പല സമയത്തും ഉന്നതികളിലടക്കം സുരേഷ് ഗോപി എത്തിക്കൊണ്ട് സാമ്പത്തികമായി പല ഓഫറുകൾ നൽകുന്നുണ്ടായിരുന്നു. പല ആശുപത്രി കേസുകളിലും സഹായിക്കാം, അതിനൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഓഫർ ചെയ്യുന്നു. മാത്രമല്ല ഈ പ്രചാരണ വേളയിൽ രാമന്റെയും സീതയുടെയും ഈ ഫോട്ടോകളടക്കം ആ രീതിയിൽ ഒരു മതവികാരം ഇളക്കിവിട്ട് ആ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് പ്രചാരണ വേളയിൽ സുരേഷ് ഗോപി നടത്തിയത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിചാരണ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നൊരു ആവശ്യമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം കോടതി പരിശോധിച്ചു വരുന്നതിനിടെയാണ് മറ്റൊരു ഉപഹർജിയുമായി ഹർജി നിലനിൽക്കില്ല, നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി ഉപഹർജി നൽകിയത്. അക്കാര്യത്തിൽ ഇന്ന് കോടതി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ തീരുമാനം വന്നതോടെ ഇനി സുരേഷ് ഗോപിക്ക് ഒരു തിരിച്ചടിയാണ്. ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്നൊരു ആവശ്യത്തിൽ വിചാരണ നേരിടേണ്ടി വരികയാണ് തൃശൂരിലെ MP-ക്ക്. നമ്മുടെ ഗഡിയുടെ MP സ്ഥാനം തെറിക്കുകയോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്താണേലും നേരാവണ്ണമല്ല അവിടെ വോട്ട് പിടിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. പൈസ കൊടുത്തും പച്ചയായ വർഗീയത പറഞ്ഞും മതവികാരം വ്രണപ്പെടുത്തിയൊക്കെ തന്നെയാണ് ഇയാൾ അവിടെ വോട്ട് പിടിച്ചതും ഇയാൾ ജയിച്ച് MP ആയതും പിന്നീട് അദ്ദേഹം മന്ത്രിയായിട്ടും തൃശ്ശൂരുകാർക്ക് ഒരു നാരങ്ങ മിഠായിയുടെ ഗുണം പോലും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സുകുമാരൻജിയോട് നമ്മുടെ പാലക്കലമ്മായിക്ക് എന്തരോ പറയാനുണ്ട്, ഒന്ന് കേട്ടാലാ? ബാ. എല്ലാവർക്കും നമസ്കാരം. ആരാണ് ഈ സുരേഷ് ഗോപി സാർ എന്ന് ചോദിച്ച ഒരു പരമ ഡാഷിന്റെ മോനുണ്ട്. ഞാൻ പേര് പറയണോ? പറയാം. സുകുമാരൻ നായർ. അപ്പോ അയാളെ പറ്റി 2 വാക്ക് എനിക്ക് പറ്റാതിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? സുരേഷ് ഗോപി സാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് തൃശ്ശൂരിലെ ജനങ്ങൾക്കും അറിയാം. ഇന്ന് ഒട്ടുമിക്ക കേരളത്തിലെ ആൾക്കാർക്കും അറിയാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓരോ കാര്യത്തിലും പ്രവർത്തന മികവിലാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിലും നമ്പർ 1 ആയിട്ട് ചെയ്തു തീർക്കുന്നുണ്ട്. ഈ സുകുമാരൻ നായരെ പറ്റി വിശേഷിപ്പിക്കണമെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുത്തു. അതുപോലെ തന്നെ NSS ഇവരെ തറവാട് സ്വത്താണെന്ന് വിചാരിച്ച് ഇപ്പം പ്രവർത്തിക്കുന്ന ഒരു പരമ ഡാഷിന്റെ മോനാണ് ഇയാള്. പ്രായത്തിനെ ബഹുമാനിക്കണമെന്ന് എല്ലാവരും പറയും. പക്ഷെ ഞാൻ ഇയാളെ ബഹുമാനിക്കൂല. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക? അയാളാണ് ഈ NSSനെ ഇല്ലാതാക്കിയത്. സത്യം പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അപ്പൊ അതുപോലെയൊന്നും നമ്മളെ എന്താ പറയണത്, ഈ സുകുമാരൻ നായ എന്ന് പറയുന്ന അയാളോട് പറയാനുള്ളത്, ആരാണ് സുരേഷ് ഗോപി എന്ന് ചോദിക്കുന്നതിന് മുന്നേ
താൻ തന്നോട് തന്നെ ചോദിക്കുന്നു ആരാണ് ഞാൻ എന്ന് ചോദിക്കാം, അല്ലേ? ഒന്ന് ആലോചിക്കുക, ആരാണ് താൻ എന്ന് ചോദിക്കുക സ്വന്തം മനസ്സിനോട്. എന്നാലും മറുപടി കിട്ടും ആരാണ് സുകുമാരൻ നായ എന്നുള്ളത്. കൃത്യമായിട്ട് ഓടും. അപ്പം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മഹാനായ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെയും വൃത്തികേട് പറയണമെന്നുണ്ടെങ്കിൽ തനിക്കേ അത് പറ്റും. ഒരുപാട് ആൾക്കാർ ചാരിറ്റി ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാ. സുരേഷ് ഗോപി സാറ് ചെയ്യുന്ന കാര്യങ്ങൾ അന്നേരം, അതായത് അവരുടെ പേജിൽ അന്നേരം ഇടുന്നുണ്ട്. എന്താണ് ചാരിറ്റി, എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എന്താണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനെ പറ്റിയിട്ട് തന്നെ പോലുള്ള NSSന്റെ കൃമി കീടങ്ങൾ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം താൻ തന്നെ പറ്റി ആലോചിക്കാത്തത് കൊണ്ടാണ് NSS സുകുമാരൻ നായേ എന്നാണ് ഞാൻ പറയുക, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇനിയിപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ആൾക്കാരുടെ പേരെടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തു, അവൻ എന്ത് ചെയ്തു എന്നൊക്കെ പറയാനേ തനിക്ക് തരാൻ പറ്റൂ. കാരണം താൻ NSSന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് എന്നുള്ളത് ആർക്കും ഒന്നും അറിയില്ല. അതാണ് പ്രശ്നം. താനെല്ലാം ചെയ്തത് സ്വന്തം കുടുംബക്കാർക്കും അതുപോലെ തന്നെ മരുമക്കൾക്കും മരുമക്കളെ മക്കത്തായവർക്കും ഒക്കെയാണ് ചെയ്തത്. മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. താൻ ചെയ്തിനോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണമെന്നും താനൊന്ന് ആലോചിച്ച് നോക്കുക സുകുമാരൻ നായർ. അപ്പൊ ശരി, അപ്പൊ ഈ വീഡിയോ സുകുമാരൻ നായർ കാണും എന്ന് വിചാരിക്കുന്നു. NSSന്റെ ഏതെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം ഈ ഒരു വീഡിയോ. NSS നായർ, അതായത് എല്ലാവരുമല്ല, സുകുമാരൻ നായർ അയച്ചു കൊടുക്കണം. ഓക്കെ, പറയണോ? പറയാം. സുകുമാരൻ നായർ. അപ്പോ അയാളെ പറ്റി 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കാര്യത്തിൽ അഭിപ്രായം ഒന്നും പറയണില്ല കേട്ടാ, കാരണം അവരായി അവരുടെ പാടായി. നമ്മൾ ഇതിനകത്ത് വെറും റെഫറി മാത്രം. എന്തായാലും സുകുമാരൻ ചേട്ടൻ ആരാണെന്നറിയാൻ വയ്യെങ്കിൽ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കണം. അപ്പൊ ലെവൽ പറഞ്ഞു തരും, ലെവൽ ആരാണെന്നും സുരേഷ് ചേട്ടൻ ആരാണെന്നും നായരേട്ടൻ ആരാണെന്നും. എന്താ ചേച്ചിക്ക് നേരാവണ്ണം വർത്താനം പോലും അറിയാൻ മേല എന്നുള്ളത് ഈ വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? നേരം വെളുത്ത് വൈകുന്നിടം വരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് കൊണയടിക്കുക എന്നല്ലാതെ എവളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടാ? നിങ്ങൾ തന്നെ പറ, ആർക്കെങ്കിലും ഉണ്ടാ? ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ അപരമത വിദ്വേഷം ഇങ്ങനെ പടർത്തുക. ഇത് ഈ നാക്ക് പഠിക്കാതെ ഇങ്ങനെ നാക്കും തിരിയാതെ വന്നിരുന്ന് ഇനി തലേന്ന് അടിച്ചതിൻ്റെ ഹാങ് ഓവർ മാറാതെയാണോ ചേച്ചി വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചതെന്നൊന്നും അറിയത്തില്ല. നായരേട്ടനെ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതിനുള്ള മറുപടി ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ തന്നെ അങ്ങോട്ട് കൊടുക്കുക. അവിടെ സുരേഷ് ചേട്ടൻ്റെ MP സ്ഥാനം തെറിക്കുമോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.